ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം 2026 CPO WCPO എക്സാം നമ്മുടെ ജൂൺ ഒക്ടോബർ മാസങ്ങളിലായിട്ട് നടക്കാനായിട്ട് പോവുകയാണ്. എക്സാം കലണ്ടർ ഓൾറെഡി PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ. ജൂൺ ഒക്ടോബർ മാസങ്ങളിലായിട്ട് CPO WCPO എക്സാം നടക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്. ഈ സമയം കൊണ്ട് എങ്ങനെ ഈ പറയുന്ന ഫോഴ്സ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം അല്ലേ. നമുക്കറിയാം നമ്മുടെ CPO എന്ന് പറയുന്നത് ബറ്റാലിയൻ വൈസ് നടക്കുന്ന എക്സാമും WCPO എന്ന് പറയുന്ന സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന ഒരു എക്സാമുമാണ്. കമ്പാരിറ്റീവ്ലി WCPOയിൽ കട്ട് ഓഫ് റേഞ്ച് കൂടുതലായിരിക്കും. CPOനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ WCPOയുടെ കട്ട് ഓഫ് റേഞ്ച് കൂടുതലായിരിക്കും, കാരണം അതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണല്ലോ. പക്ഷേ CPOയിലേക്ക് വരുമ്പോൾ കട്ട് ഓഫ് റേഞ്ച് ഇപ്പോൾ നമ്മൾ എക്സാം നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും കട്ട് ഓഫുകൾ കൂടി വരികയായിരുന്നു. ആദ്യത്തെയൊക്കെ 40-45 റേഞ്ച് ആയിരുന്നുവെങ്കിൽ പിന്നീട് 45-50 റേഞ്ചായി. ഇപ്പോൾ 50 മുതൽ 60 വരെയാണ് കട്ട് ഓഫ് റേഞ്ചുകൾ വിവിധ ബറ്റാലിയനുകൾ വരുന്നത് അല്ലേ. 55, 54, 56, 58 റേഞ്ചുകളിലാണ് വിവിധ ബറ്റാലിയനുകളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. കട്ട് ഓഫ് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക്. ഒരു റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ആ റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും അവസാനം കിടക്കുന്ന ആളുടെ മാർക്കായിരിക്കും അതിനെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്കാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ ഇനി വരാൻ പോകുന്ന CPO WCPO എക്സാമിൽ WCPOയുടെ കട്ട് ഓഫ് റേഞ്ച് കുറച്ചുകൂടി കൂടുതലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി വരാൻ പോകുന്ന CPO WCPO എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് നേടിയിരിക്കണം? 60 മുകളിലെ മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. 60+ മാർക്ക് നേടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിലേക്ക് എത്താനും ഒരു ജോലിയിലേക്ക് എത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ പറയുന്ന എക്സാം ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നേരത്തെയൊക്കെ എക്സാം അല്ലെങ്കിൽ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നു അല്ലെ, എണ്ണം കൂടുതലായിരുന്നു, നിയമനം കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരുടെ എണ്ണം അവർ കുറച്ചിട്ടുണ്ട്. എണ്ണം കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് ഉയരും അല്ലേ. അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 80%. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു മാർക്ക് വാങ്ങി റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. 60 മുകളിലും മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് പഠിക്കണം. 60 മുകളിലും മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഈ 60 മാർക്ക് നമുക്ക് നേടിയെടുക്കാം. തീർച്ചയായിട്ടും GK സെക്ഷനിൽ നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന 2 ടോപ്പിക്കുകളാണ് നമ്മുടെ എക്കണോമിക്സും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും. കാരണം എക്കണോമിക്സിൽ നമുക്ക് 5 മാർക്ക് വരുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ 8 മാർക്ക് വരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി പഠിച്ച് തീർക്കാൻ പറ്റിയ 2 സിലബസുകളാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും എന്ന് പറയുന്നത് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, ഭേദഗതികൾ, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതേപോലെ പഞ്ചായത്ത് രാജ്, അങ്ങനെ വളരെ ഈസി ആയിട്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് 8 മാർക്ക് വരുന്നുണ്ട്. PYQs ബേസ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് മനസ്സിലാക്കിയുള്ള പഠനം ഉണ്ട് എങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക് നമ്മുടെ പോക്കറ്റിലിരിക്കും. പിന്നീടാണ് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിന് 5 മാർക്കുണ്ട്. നോക്കിയാൽ അത് റിപ്പീറ്റഡ് PYQs, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഫാക്ടുകളെല്ലാം എവിടെ വരുന്നുണ്ട്? ഈ പറയുന്ന എക്കണോമിക്സ് എന്ന് വരുന്നുണ്ട്. എക്കണോമിക്സിന് നമുക്ക് 5 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാം അല്ലെ. GK സെക്ഷനിൽ മാർക്ക് സ്കോറിംഗ് ഏരിയ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇതിൽ 3 കൂടെ നിങ്ങൾക്ക് എന്ത് മാർക്ക് കിട്ടും? ഈ 3 കൂടി നിങ്ങൾക്ക് എത്ര? 10 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അടുത്ത് സ്കോർ ചെയ്യാം. 10ഓളം മാർക്ക് കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് 10 മാർക്ക് എടുത്ത് സയൻസിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അല്ലേ. പലരുടെയും സംശയം എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. കാരണം കഴിഞ്ഞ CPO എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് ചോദിച്ച ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. നിങ്ങളതൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ WCPO എക്സാമിന് എന്താണ് കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ തീർച്ചയായിട്ടും ഈ സ്പെഷ്യൽ ടോപ്പിക്സ് ഏരിയയിൽ നിന്ന് വളരെ ഇൻഡെപ്തിലുള്ള ചോദ്യങ്ങൾ അല്ല, എക്സാമ്പിൾ സഹിതം അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാമ്പിളുകൾ മുഖേന ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങൾ എവിടെ നമുക്ക് പ്രതീക്ഷിക്കാം? സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് സെക്ഷനുകളാണ്. സെക്ഷനുകൾ മറന്നു പോകും. അത് മറന്നു പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി പഠിക്കണം, ഡെയിലി റിവിഷൻ ചെയ്യണം. ഡെയിലി പഠനത്തിലൂടെയും ഡെയിലി ഉള്ള റിവിഷനിലൂടെയും മാത്രമേ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മുടെ മൈൻഡിലേക്ക് ഇരിക്കുകയുള്ളൂ അല്ലെ. സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്കറിയാം 20 മാർക്കാണ്. 20 മാർക്ക് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് 18 മാർക്കിന് മുകളിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും.
എങ്ങനെ? കൃത്യമായിട്ടുള്ള റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രം. കൃത്യമായിട്ടുള്ള റിവിഷൻ വേണം. നമുക്കറിയാം ഭാരതീയ നാഗരിക് സംഹിത എന്ന് പറയുന്നത് 4 മാർക്കാണ് അല്ലെ. BNS എന്ന് പറയുന്ന 4 മാർക്കാണ് അവിടെ നിന്ന് വരുന്നത്. ഒരുപാട് സെക്ഷനുകൾ, അതിൽ തന്നെ ഒരുപാട് സെക്ഷനുകളും അവയുടെ കൃത്യമായുള്ള എക്സ്പ്ലനേഷൻ, അത് എക്സാമ്പിൾ മുഖേന ചോദിക്കുന്നുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ആ മാർക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ എന്താണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അവിടെ നമുക്ക് 3 മാർക്ക് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ 3 മാർക്ക് നേടണമെങ്കിലും കൃത്യമായിട്ടുള്ള സെക്ഷനുകൾ അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 അല്ലെ, അവിടെയും വരുന്നുണ്ട് 2 മാർക്ക്. ഈ ഒരു അതായത് 4, 3, 7, 9 മാർക്ക് അല്ലേ. ഈ ഒരു 9 മാർക്കിലാണ് നിങ്ങൾക്ക് കഴിഞ്ഞ IPC ചേഞ്ച് ചെയ്ത ഈ 9 മാർക്ക്. ബാക്കിയെല്ലാം കോമൺ ആണ്. പഠിക്കുന്നവരാണെങ്കിൽ ബാക്കിയെല്ലാം അവർക്ക് സ്കോർ ചെയ്യാവുന്ന ഏരിയ ആണ്. ഏതെന്ന് പറയാം, നമ്മുടെ ഈ പറയുന്ന കേരള പോലീസ് ആക്ട് റിപ്പീറ്റഡ് ചോദ്യം വരുന്ന ഏരിയാസ് ഉണ്ട്. 3 മാർക്കിന് ചോദിക്കുന്നുണ്ട് അല്ലെ. NDPS അല്ലെ 2 മാർക്ക് വരുന്നുണ്ട്. IT ആക്ട് 2 മാർക്ക് വരുന്നുണ്ട്. പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് RT ആക്ടിന് 2 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാക്കി 11 മാർക്ക് എന്ന് പറയുന്നത് അല്ലെ പഴയ, അതായത് മാറ്റമൊന്നും ഇല്ലാത്ത 11 മാർക്കാണ്. നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ മാറിയ BNS വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. BNS 9 മാർക്കും അതേപോലെ ബാക്കി വരുന്ന ഏരിയാസിന് 11 മാർക്കും ടോട്ടൽ 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സിന് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ അവിടെ 18 മാർക്ക് മുകളിൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം ഓരോ സെക്ഷനുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെക്ഷനുകളും നമ്മൾ മറന്നു പോകും. നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ചോദിച്ച സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ PYQ എക്സാമുകൾ ചെയ്ത് തന്നെ പഠിക്കുക. കാരണം ഈ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ റിവിഷൻ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സുകൾ നമ്മുടെ മൈൻഡിലേക്ക് ഇരിക്കുകയുള്ളൂ. കാരണം നമ്മൾ മറന്നു പോകും. ഈ പറയുന്ന സെക്ഷനുകൾ, ഒരുപാട് സെക്ഷനുകൾ വരുമ്പോൾ നമ്മൾ മറന്നു പോകും. മറവി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ആ മറവിയെ തോൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, അവിടെ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ വേണം. സോ റിവിഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഏത് സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പിന്നീട് GK സെക്ഷനുകൾ വരുമ്പോൾ, GK സെക്ഷനിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ മാറ്റം വന്ന SCRTക്ക് കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അതേപോലെ തന്നെ ഡെയിലി കറണ്ട് അഫേഴ്സും കൂടി അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഏതൊക്കെ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, സ്പെഷ്യൽ ടോപ്പിക്സ്, സയൻസ്, കറണ്ട് അഫേഴ്സ്, ഇത്ര ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അല്ലേ. ബാക്കി വരുന്ന GK PYQ ബേസ് ചെയ്ത് പഠിക്കുക. എങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, 60 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അത് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം. എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, 60 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇനിയും CP അപ്ലോഡ് ചെയ്തൊരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പാറ്റേൺ നിങ്ങൾക്കില്ല, ഒരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ബാച്ചാണ് നമ്മുടെ CPO WCPO ബാച്ച് എന്ന് പറയുന്നത്. ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്കുകൾ, വീക്ക്ലി എക്സാമുകൾ, കറണ്ട് അഫേഴ്സ് എക്സാമുകൾ, അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് എക്സാമുകൾ അല്ലേ, മാറ്റം വന്ന SCRTക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള പഠന രീതി, അതെല്ലാമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ബാച്ചാണ് നമ്മുടെ CPO WCPO ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും താഴെക്കാണുന്ന നമ്പർ നിങ്ങളെ കണക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട്, മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്.